ഗാസയിൽ നിരപരാധികളുടെ വിലാപം തുടരുകയാണ്. ഇനി തകർക്കാനായി ഒന്നും ബാക്കിയില്ല. ഒരു വെടിനിർത്തൽ നിലവിൽ വന്നാലും ആത്യന്തികമായി കാര്യങ്ങൾ തീരുമാനിക്കുക ഇസ്രായേലും അതിലുമുപരി അമേരിക്കയും തന്നെയായിരിക്കും. സൈനിസ്റ്റ് രാജ്യമായ ഇസ്രായേൽ ഗാസയിലെ പാവങ്ങളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നു. ചർച്ചകൾ, പ്രമേയങ്ങൾ, വാചക കസർത്തുകൾ, അതിനും അപ്പുറത്തൊന്നും ലോകരാജ്യങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ചെയ്യുന്നില്ല. എല്ലാവരും ഒരു കാര്യം സമ്മതിക്കുന്നു: പഴയ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ സാമ്രാജ്യത്വത്തിന്റെ ഇത്തരം ധാർഷ്ട്യങ്ങൾ നടക്കുമായിരുന്നില്ല. ഈ യുദ്ധത്തിൽ രണ്ട് കൂട്ടരുടെയും അജണ്ടകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒന്നാമത്തത്, ഈ ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ചതിലൂടെ ഹമാസ് ലക്ഷ്യം വെച്ചത് ഈ എല്ലാ രാജ്യങ്ങളും, ഇപ്പോൾ അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള ചർച്ചകളിലുമെല്ലാം കരാറുകളിലുമെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന പലസ്തീൻ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള അജണ്ടയായിരുന്നു ഈ വളരെ കടുത്ത ഈ ആക്രമണം, ഇസ്രായേലിനെ കടന്നു കയറി ആക്രമിക്കുക എന്നുള്ള തീരുമാനത്തിലൂടെ അവർ മുന്നോട്ട് വെച്ചത്. അത് ഒരു പരിധിവരെ അവർ വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇപ്പോൾ പൊതുവായ ചർച്ചകളിലെല്ലാം പലസ്തീൻ രാഷ്ട്രം എന്ന് പറയുന്ന വിഷയം മുഖ്യ വിഷയമായി വന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് സ്പെയിനും നോർവേയും അയർലൻഡും പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് വന്നു. അപ്പോൾ 193 അംഗ ഐക്യരാഷ്ട്ര സംഘടനയിൽ 146 രാജ്യങ്ങളോളം ഇപ്പോൾ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന സ്ഥിതിയിലേക്ക് വന്നു. ഗാസയിൽ നടക്കുന്ന ഓരോ ഇസ്രായേൽ ബോംബിനും പിറകിൽ അമേരിക്കയുടെ കരങ്ങളുണ്ട്. പക്ഷേ ഗാസയിൽ വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പ്രമേയം അമേരിക്ക തന്നെ UN രക്ഷാസമിതിയിൽ അവതരിപ്പിച്ചു. പ്രമേയം രക്ഷാസമിതി പാസാക്കി. എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത്തരമൊരു വെടിനിർത്തൽ പ്രമേയം കൊണ്ടുവരേണ്ടി വന്നു? അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ ലോകവ്യാപകമായി ഉയർന്ന പ്രതിഷേധങ്ങളാണ് അമേരിക്കയുടെ നിലപാട് മാറ്റത്തിന് കാരണം. യൂറോപ്പിലെയും അമേരിക്കയിലെയും കലാലയങ്ങളിൽ പ്രതിഷേധം ഇരമ്പി. പ്രതിഷേധിക്കാനായി ഇറങ്ങിയ വിദ്യാർത്ഥികളിൽ നിരവധി ജൂതന്മാരുമുണ്ടായിരുന്നു. ഈ വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്ക മുന്നോട്ട് വന്നിരിക്കുന്നതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ്. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. അമേരിക്കൻ സർവകലാശാലകളിൽ അമേരിക്കയിൽ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഈ മനുഷ്യത്വത്തിനെതിരായി ഇസ്രായേലിൽ പലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അത് ഇസ്രായേലിൽ യഹൂദ വിദ്യാർത്ഥികളുണ്ട്, മറ്റുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന യുദ്ധത്തിനെതിരായിട്ട് പോരാട്ടം നടത്തുന്നത്. അപ്പോൾ അത് വളരെ വലിയ സമ്മർദ്ദമാണ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊന്ന്. പിന്നെ മറ്റൊന്ന്, ഈ അവിടെ താമസിക്കുന്ന മറ്റ് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് സാധാരണഗതിയിൽ ഡെമോക്രാറ്റിക് പാർട്ടിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു സമീപനം ഈ യുദ്ധത്തിൽ ഇസ്രായേലിനെ അയൺ ക്ലാഡ് സപ്പോർട്ടെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇത്ര നീചമായി നടക്കുന്ന, മനുഷ്യത്വ വിരുദ്ധമായി നടക്കുന്ന വംശഹത്യയോടെ എത്തുന്ന ഈ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും പിന്തുണ നൽകിയാൽ അത് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരായി ബാധിക്കുമെന്നുള്ളൊരു കാരണം അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ ഇത്തരമൊരു പ്രൊപ്പോസലുമായി വന്നിരിക്കുന്നത്. UN പാസാക്കിയ വെടിനിർത്തൽ പ്രമേയം ഹമാസ് ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ പൂർണ്ണ സഹകരണം ഇതുവരെ ഉറപ്പായിട്ടില്ല. വെടിനിർത്തൽ നടപ്പിലായാൽ ഗാസ താൽക്കാലികമായെങ്കിലും ശാന്തമാകും. പലസ്തീൻ തടവുകാരെ ഇസ്രായേലും ഇസ്രായേൽ തടവുകാരെ ഹമാസും വിട്ടുകൊടുക്കണം. ഗാസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിന്മാറണം. അതോടെ പലസ്തീൻകാർ തങ്ങളുടെ പ്രദേശങ്ങളിലേക്ക് മടങ്ങും. പലസ്തീന്റെ വിസ്തൃതി കുറയ്ക്കുന്ന വിധത്തിൽ ഗാസയിൽ ഭൂമിശാസ്ത്രപരമായ മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഇതെല്ലാമാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ചരിത്രം പറയുന്നത് മറ്റു പലതുമാണ്. 1993 പലസ്തീനും ഇസ്രായേലും അംഗീകരിച്ച ഒരു കരാർ ഉണ്ടായിരുന്നു, ഓസ്ലോ കരാർ. കരാർ നടപ്പിലായിരുന്നെങ്കിൽ സ്വതന്ത്ര പലസ്തീൻ രാജ്യം നിലവിൽ വരുമായിരുന്നു. ഈ മേഖലയിൽ
ശാശ്വത സമാധാനം പുലരുമായിരുന്നു. എന്നാൽ കരാറിൽ നിന്ന് ഇസ്രായേൽ പിന്മാറി. ഇതാണ് ചരിത്രം. ഇതിന്റെയെല്ലാം തനിയാവർത്തനങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതെങ്കിൽ ഗാസയിലെ വെടിയൊച്ചകൾ അടുത്തൊന്നും നിലയ്ക്കില്ല. സമാധാന ശ്രമങ്ങളുടെ ഭാവി എന്തായാലും ലോകത്ത് ഇസ്രായേലിന്റെ ഗാസ അധിനിവേശത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ശക്തമാവുകയാണ്. ഇവരുടെ മുഴങ്ങുന്ന ശബ്ദത്തിലാണ് ലോകത്തിന്റെ ഭാവി. ഹമാസിനെതിരായി യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രായേൽ സർക്കാർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, ഹമാസിനെ നിശേഷം തകർക്കുക. 2, ബന്ദികളെ മോചിപ്പിക്കുക. ഇത്രയും നാള് ഈ യുദ്ധം ഇതുവരെ നടന്നെങ്കിലും ഈ 2 ലക്ഷ്യങ്ങളും അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനെതിരായി നിരന്തരമായ ജനകീയ പ്രക്ഷോഭങ്ങൾ, അതായത് ബന്ദികളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് യുദ്ധം അവസാനിപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ദിനം പ്രതി എന്നോണം ഇസ്രായേൽ പ്രകടനങ്ങളും പ്രക്ഷോഭങ്ങളും നടക്കുന്നു. ഇപ്പോൾ കണ്ടുവരുന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിലെല്ലാം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ജനകീയമായ അംഗീകാരം കുറഞ്ഞു കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ട ആവശ്യം ബൈഡനുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഇത് അവസാനിപ്പിക്കണമെന്ന് പറയുന്നൊരു സാഹചര്യം ഇസ്രായേലിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ എങ്ങനെ ഇത് അവസാനിപ്പിക്കണമെന്നുള്ള കാര്യത്തിൽ മന്ത്രിസഭയ്ക്കും ബെഞ്ചമിൻ നെതന്യാഹുവിനും ഒരു കൃത്യമായ ധാരണ ഇല്ല. ഇത്തവണത്തെ ദേശീയം സർവ്വദേശീയം ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.